അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലെ കണ്ടു സിംഗപ്പൂർ എയർലൈൻസ് ആകാശച്ചുഴിയിൽ അതായത് എയർ ടർബുലൻസിൽ പെട്ട് അപകടം ഉണ്ടാവുകയും ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് ആക്സിഡന്റ് ആവുകയും ചെയ്തു. അപ്പോൾ ചിലർക്കുള്ള ഒരു സംശയമാണ് എന്താണ് ഈ എയർ ടർബുലൻസ് ആകാശച്ചുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് ഇത് പറഞ്ഞുതരാം. നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടാർട്ട റോഡിലൂടെ പോകുമ്പോൾ ചെറിയ ഗട്ടറിലൊക്കെ ചാടിയാലും ഒരു ഫീൽ ഇല്ലേ, വണ്ടി ഇങ്ങനെ ഒന്ന് ഇളകുന്ന ഒരു ഫീൽ ഇല്ലേ. ഇത് നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും വിമാനത്തിൽ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചെറുതായിട്ട് വണ്ടി ഒരു ഗട്ടറിൽ ചാടിയ ഒരു ഫീൽ ടെക്ടൊക്കെ പറഞ്ഞിങ്ങനെ അടിച്ചു പോകുന്നത് കാണാം. ഇത് ഉണ്ടാവുന്നത് ഈ ആകാശച്ചുഴി എയർ ടർബുലൻസ് കാരണമാണ്. ഈ ചെറിയ എയർ ടർബുലൻസ് ഒന്നും നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ വലിയ ടർബുലൻസ് ആണെങ്കിൽ നമുക്ക് ഈ വിമാനം പെട്ടെന്നൊരു കുഴിയിലേക്ക് ചാടുന്ന പോലെ ചാടുകയും ഈ വിമാനത്തിലുള്ളവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ, അതായത് ക്യാബിൻ ക്രൂ നമുക്ക് ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ അവരിങ്ങനെ എണീറ്റ് നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവർ മുകളിൽ പോയി അടിച്ചു വീഴാനും അതുപോലെ വിമാനത്തിന് അപകടം പറ്റാനും ചാൻസുകളുണ്ട്. അപ്പൊ ഇത് മെയിൻലി ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആകാശത്തിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ്. ആകാശത്ത് എല്ലാ സ്ഥലത്തും പ്രഷർ ഒരുപോലെ ആയിരിക്കില്ല. പ്രഷർ കൂടിയ ഭാഗങ്ങളുണ്ടാവും, കുറഞ്ഞ ഭാഗങ്ങളുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ വിമാനത്തിനെ കൺട്രോൾ ചെയ്യുന്നവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. ചില ന്യൂനമർദ്ദങ്ങൾ, പ്രഷർ ഡിഫറൻസ് ഇവർക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ചില സമയത്ത് വിമാനത്തിന്റെ ക്യാപ്റ്റന്, പൈലറ്റിന് ഈ എയർ ടർബുലൻസ് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഗട്ടറിൽ വീഴുന്ന പോലെ ഫീൽ ആയിരിക്കും. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ ഇവർ പാനിക്കായി ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ എയർലൈൻസിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു ആകാശച്ചുഴി, വലിയൊരു പ്രഷർ ഡിഫറൻസ് വരികയും 36,000 അടി മുകളിൽ നിന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് 31,000 അടിയിലേക്ക്, അതായത് ഒരു 5,000-6,000 അടി 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് താഴുകയും ഈ ക്യാബിൻ ക്രൂ അതുപോലെ പാസഞ്ചേഴ്സ് ഒന്നും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവര് പെട്ടെന്ന് മുകളിൽ പോയി അടിക്കുകയും ആകെ അവിടെയുള്ള സാധനങ്ങളൊക്കെ മൊത്തം പറന്ന് ഒരു വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് സാരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. അപ്പൊ ഈ ആകാശച്ചുഴിയിൽ പെട്ട് നമുക്ക് അപകടങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവര് ക്യാബിൻ ക്രൂ തരുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് സ്വീകരിക്കണം. ചിലര് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുമ്പോഴായിരിക്കും എണീറ്റാണ്ട് ബാത്റൂമിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ക്യാബിൻ ക്രൂവിന്റെ നിർദ്ദേശം അതുപോലെ പാലിക്കുക. അവർ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മസ്റ്റായിട്ട് തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ടർബുലൻസ് ആണെങ്കിൽ വരെ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് വീണ് പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ എയർലൈൻസിന് സംഭവിച്ചിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.